യുഡിഎഫിലേക്കില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം. യുഡിഎഫ് പ്രവേശനം ചർച്ചയിലില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ മീഡിയ വണ്ണോട്. പുകമറ സൃഷ്ടിക്കാൻ മാത്രമാണ് യുഡിഎഫ് ശ്രമം. പരാജയ ഭീതി മൂലമാണ് യുഡിഎഫ് വ്യാജ പ്രചാരണം നടത്തുന്നത്. കെ എം മാണിയോട് ചെയ്തിട്ടുള്ളതിന് തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടുന്നത്. എൽഡിഎഫിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും റോഷി അഗസ്റ്റിൻ മീഡിയ വണ്ണോട് പറഞ്ഞു. ചർച്ച നടത്തിയെന്ന യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ വാദം തള്ളിയാണ് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. പക്ഷേ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസിന് യാതൊരു ആവശ്യമില്ല. ഞങ്ങൾക്ക് നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളെ പഠിപ്പിച്ച രാഷ്ട്രീയ സിദ്ധാന്തവും തന്നെയാണ്. ജനാധിപത്യ മര്യാദകൾ പാലിക്കപ്പെടുകയും മുന്നണി സൗഹൃദം തകരാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഞങ്ങളുടെ നേതാവ് തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്, നിലപാട്, ആ നിലപാടിലൊരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതൊരു വീഴ്ച വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് ജനത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേരള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇടമില്ല. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, നമ്മളോടാണ് അടൂർ പ്രകാശ് പറഞ്ഞത് ഈ ഇത്തരത്തിലൊരു ആലോചന നടക്കുന്നുണ്ട് മാണി വിഭാഗത്തെ കൊണ്ടുവരാൻ എന്നൊക്കെയുള്ള കാര്യം. എന്നാൽ അത് റോഷി അഗസ്റ്റിൻ പൂർണ്ണമായി തള്ളുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തതയാവുന്നോ കാര്യത്തിൽ? അടൂർ പ്രകാശിന്റെ ഒരൽപ്പം വൈകിട്ടാണ് റോഷി അഗസ്റ്റിൻ പ്രതികരിക്കുന്നത്. അതായത് ഒരു കാലത്ത് ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ ഈ മുന്നണിയിൽ നിന്ന് പുറത്താക്കി, അതേ ഈ വഴിയരികിൽ നിന്ന് ഞങ്ങളെ കഴിച്ച ഒരു മുന്നണി സുനിലേക്ക് വരാം. എന്തായാലും പുറത്താക്കിയതിനു ശേഷം വിലപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ കൈവിട്ട മുന്നണിയാണ്. അതിലേക്ക് ഇനി തിരിച്ചു പോകാനില്ല. എൽഡിഎഫിൽ തൃപ്തരാണ്, എൽഡിഎഫിൽ തന്നെ തുടരും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പ്രതികരണമാണ്, ഇല്ലെങ്കിൽ തോൽവി ഭയന്നുള്ള വെപ്രാളമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറം മറ്റൊരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. സുനിൽ ഐസക് വീണ്ടും ചേരുന്നുണ്ട്. സുനിൽ, പറഞ്ഞോളൂ. കേൾക്കാമോ? യെസ് യെസ്. അതിനെ അടൂർ പ്രകാശിന്റെ ഇത്തരത്തിൽ ഒരു പ്രസ്താവനയോട് വളരെ വൈകാരികമായിട്ടാണ് റോഷി അഗസ്റ്റിൻ, അവരുടെ പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചത്. ഒരു ഘട്ടത്തിൽ ഒരു മുന്നണിയിൽ നിന്ന് പുറത്താക്കുന്നു, ഒരു കാരണവും പറയാതെ UDF ഞങ്ങളെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി, അങ്ങനെ പെരുവഴിയിൽ അനാഥരായി നിന്ന് ഞങ്ങളെ കൈപിടിച്ച് ഒരു മുന്നണിയുടെ ഭാഗമാക്കി കൂടെ നിർത്തിയത് പിണറായി വിജയനും LDFുമാണ്. ആ മുന്നണിയോട് നന്ദികേട് കാണിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യമില്ല ഈ പാർട്ടിക്ക്. ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ നന്ദികേടിന്റെ ചരിത്രം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മുന്നണിക്കൊപ്പം തന്നെ നിൽക്കും. ഇവിടെ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളില്ല. ഞങ്ങൾക്ക് വലിയ പരിഗണന കിട്ടുന്നുണ്ട്. ഒടുവിൽ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും, അത് വനഭൂമിയിലെ പട്ടയ വിഷയത്തിലായാലും ഒക്കെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നണിയിൽ നിന്ന് നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഈ മുന്നണി വിട്ടു പോകേണ്ടത്? പരാജയ ഭീതിയാണ് UDFന്. അതിന്റെ ഭാഗമായി പുകമറ സൃഷ്ടിക്കാനായി പറഞ്ഞു വരത്തുന്ന കഥകളാണ് ഇതൊക്കെയെന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഇക്കഴിഞ്ഞ UDF യോഗത്തിൽ കൃത്യമായ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മധ്യ കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായക ശക്തിയാണ് കേരള കോൺഗ്രസ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായും അവരെ കൂടി ഒപ്പം ചേർക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായാലും കുഴപ്പമില്ല, അവരെ കൂടി ഒപ്പം ചേർക്കണം എന്ന് തന്നെയാണ് UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞ UDF യോഗത്തിൽ പറഞ്ഞത്. അതിനുവേണ്ടുള്ള ചില പ്രാഥമികമായ ചർച്ചകൾ നടത്താൻ ചില ആളുകളെ, ചില നേതാക്കളെ പാർട്ടി നേതൃത്വം നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതനുസരിച്ച് ചില ചർച്ചകളൊക്കെ ചില കോണുകളിൽ നടക്കുന്നുണ്ട് എന്നുകൂടി UDFിന്റെ ചില നേതാക്കൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഈ റോഷി അഗസ്റ്റിൻ പറയുന്നത് പോലെ ഏറ്റവും ഉയർന്ന തട്ടിലെ നേതാക്കളുമായിട്ടാണോ ചർച്ച, അതല്ല പ്രാദേശികമായി വിഘടിച്ചു വരാൻ അല്ലെങ്കിൽ വിട്ടുപോരാൻ താല്പര്യമുള്ള കേരള കോൺഗ്രസിന്റെ നേതാക്കളെ കണ്ടെത്തി ആക്കിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമാക്കിയോ ഒക്കെ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടത്താൻ കഴിയുമോ എന്ന നീക്കമൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഒരു UDF മൈൻഡുള്ള
കുറേ ആളുകൾ കേരള കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട്. അതായത് അതിൽ നമ്മളിപ്പോൾ പുതുപ്പള്ളി ബൈ ഇലക്ഷനിലൊക്കെ അത് വളരെ കൃത്യമായി കണ്ടതാണ്. അതായത് അവിടെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മേഖലകളിലൊക്കെ വലിയ തോതിൽ UDF നോട്ട് പോൾ ചെയ്യപ്പെട്ട കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി UDF പ്രതീക്ഷിക്കുന്ന അതാണ്. പക്ഷേ UDF സംബന്ധിച്ച് മറ്റു വലിയ പ്രതിസന്ധി ഉള്ളത് കോട്ടയത്തായാലും പത്തനംതിട്ടയായാലും ഒക്കെ ഈ കേരള കോൺഗ്രസ് പോയതിനു ശേഷം ഉണ്ടായ വലിയ തിരിച്ചടികളുണ്ട്. അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിലായാലും ചില നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലായാലും. പക്ഷെ നേരെ തിരിച്ചു നോക്കൂ, അവിടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. പാലയിൽ അവരുടെ ചെയർമാന്റെ പരാജയം അവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. അവിടെ കോൺഗ്രസിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ LDFനൊപ്പം നിന്ന് മത്സരിച്ചതുകൊണ്ടാണ് ആ തിരിച്ചടി ഉണ്ടായതെന്ന കാലഘട്ടത്തിൽ ചില വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഉണ്ടാകുമോ എന്ന് അറിയില്ല. പക്ഷേ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് എന്നത് മാത്രമാണ് ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാവാനുള്ളത്. അത് പാർട്ടി പൂർണ്ണമായും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന വിഭാഗം പൂർണ്ണമായും UDFനൊപ്പം ചേർന്നില്ലെങ്കിൽ കൂടിയും താല്പര്യമുള്ള ആളുകളെങ്കിലും ചാക്കിട്ട് പിടിക്കാൻ കഴിയുമോ എന്നൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് കൃത്യമായി വിശ്വസിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങൾ നിർണായകമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിലേക്ക് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിന് മുൻപേ ചില രാഷ്ട്രീയ കൗതുകങ്ങളൊക്കെ അത്തരത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് വിഷയത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞതിനെ തള്ളുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി.